സുഹൃത്തുക്കളെ, ഇത് ഇന്ത്യ പാക് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ അടിസ്ഥാനത്തിൽ ലണ്ടനിൽ നടന്നൊരു പ്രതിഷേധമായിട്ടാണ് കാണുന്നത്. ഇത് പുതിയ വീഡിയോ ആണോ പഴയ വീഡിയോ ആണോ എന്ന് എനിക്ക് അറിയില്ല. എനിവേ, ഇതുപോലുള്ള ചടങ്ങ് എന്തായാലും വെളി രാജ്യങ്ങളിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്, അറബ് കൺട്രീസ് ഒഴിച്ച്. യു കെയിലെ കുറച്ച് ലിബറൽ ആയിട്ട് ഇറങ്ങി നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, യു കെ കാനഡ പോലത്തെ സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെ കൂടുതൽ ഇതുപോലത്തെ ആൾക്കാർ പ്രതിഷേധിക്കും. ഇന്ത്യക്കാരും ചെയ്യുന്നത് ഞാൻ കണ്ടു, ബോർഡൊക്കെ പിടിച്ച് അതിനകത്ത് ഹിന്ദു എന്ന് എഴുതിക്കുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ ഈ പ്രതിഷേധം ഏറ്റവും കൂടുതൽ വരാനുള്ള റീസൺ, ഇവർ ഈ തീവ്രവാദികളെ കൊന്നപ്പോൾ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചാണ് കൊന്നത്. അപ്പോൾ അതിനകത്ത് മതം കലർത്തിയത് കൊണ്ടല്ലേ ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രതിഷേധം കൂടാനുള്ള സാധ്യത, അല്ലെങ്കിൽ കൂടിയത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പലപ്പോഴും കാണുമ്പോൾ പലരും, ഇവിടുത്തെ ഒരു പ്രമുഖ വ്ളോഗർ, ഒരു പ്രമുഖ നടന്റെ മകള് ഇട്ടേക്കുന്നൊരു പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് ഓടി, ഹിന്ദുക്കളെ നിങ്ങൾ ഉണരൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പം ഇനിവേ, അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇതുപോലെ എത്ര പേര് പുറത്തും പുറ രാജ്യങ്ങളിലും ഉണ്ട്. നമ്മളെ പ്രതിഷേധം വരുന്നത് മതാടിസ്ഥാനത്തിലാകരുത്. നമ്മൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന, പല മതങ്ങളിലും പല കൾട്ടിലും വിശ്വസിക്കുന്ന, പല ഭാഷ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. ഇതിനകത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആസ് എ യൂണിറ്റി നമ്മൾ ഇന്ത്യ എന്നുള്ള ഒറ്റ രാജ്യമായിട്ട് കാണാം നമ്മൾ ഈ ഒരു പ്രശ്നത്തെ കാണാനുള്ളതാണ്. മതാടിസ്ഥാനത്തിലും നമ്മൾ പലപ്പോഴായിട്ട് വിഭജിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് നേരെ ഒരു അറ്റാക്ക് വരുമ്പോൾ നമ്മളവിടെ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രത്തിനെതിരെ അല്ല, ടെററിസത്തിനെതിരെയാണ് നമ്മൾ നിൽക്കാനുള്ളത്. ഈ പ്രശ്നം ആക്ച്വലി ഒരു മതപ്രശ്നമായിട്ട് മാറണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം അവർ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നത്. നമ്മൾ മണ്ടന്മാർ ലണ്ടനിലാവരുത്, അവിടെ പോയി നമ്മൾ ഈ പരിപാടി കാണിക്കരുത്. ഇപ്പോൾ യൂണിറ്റിയോടെ നിൽക്കണം. ഒരുപക്ഷെ കുറച്ചൊക്കെ ഇത്രയും അവർ പ്രതീക്ഷ അത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ കൂടുതലും ഇന്ത്യ ആസ് എ നേഷൻ നമ്മളെ ഒത്തൊരുമയോടെ നിന്നാണ് ഇപ്പോൾ ടെററിസ്റ്റ് അറ്റാക്കിന് നമ്മൾ എതിർക്കുന്നത്. പക്ഷെ എവിടെയൊക്കെ ചില കുരുകളൊക്കെ പൊട്ടുന്നുണ്ട്. സായിപ്പന്മാർ പറഞ്ഞു പുലി സുനാമി എല്ലാം വന്നാൽ മതിയായിരുന്നെന്ന്. പിന്നെ എല്ലായിടത്തും കാണുമല്ലോ കുറേ മൊണ്ണകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പിന്നെ ഇവരോടുള്ള എൻ്റെ ചോദ്യം, നിങ്ങൾ സ്വന്തം രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ PR അടിച്ച് അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് അവിടെ പിള്ളേരെ വളർത്തി അവിടെ ബിസിനസ് ചെയ്ത് അവിടെ കാച്ചിറക്കി ജീവിക്കാൻ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഇവിടെ രാജ്യസ്നേഹം വന്നത് സാഹചര്യവശാൽ അവിടെ ജോലിക്ക് പോയ ആൾക്കാർ, ഓക്കെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ മോശമാണ് അതുകൊണ്ട്. പക്ഷെ അവിടെ PR അടിച്ചവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ കൂടുതലും പേരും കാണാൻ സാധ്യത ഉണ്ട് പാകിസ്ഥാനിലും ഇന്ത്യയിലും. ഇവിടെ നിന്ന് എത്ര പേര് ചാടി ഇവിടെ പോയി, ഇവിടുത്തെ ജീവിതശൈലി ശരിയല്ല എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ഇപ്പം അവിടെ നിന്നപ്പം ഇങ്ങോട്ട് ചോര തിളച്ചാ എന്തടിസ്ഥാനത്തിൽ?